ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ VSCPR തിയറി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തതാണ്. എന്നാലും അതിൻ്റെ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മാത്രമേ നിങ്ങൾക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ KCET എക്സാമിന് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പോർഷനാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ VSCPR തിയറി എന്ന് പറയുന്നത്. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പേർഷൻ തിയറി എന്താണെന്ന് നോക്കാം. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പേർഷൻ തിയറി എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പേർഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പറയാൻ വേണ്ടിയിട്ടാണ്. മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പറയാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു തിയറിയാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പേർഷൻ തിയറി. വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൾഷനാണ് ആ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത്. ഒരു സെൻട്രൽ ആറ്റം, ഒരു മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സെൻട്രൽ ആറ്റം ഉണ്ടാവും അല്ലേ? ഒരു കോമ്പൗണ്ട്, ഇപ്പോൾ CH4 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ആ ഒരു മോളിക്യൂളിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ കാർബൺ എന്ന് പറയുന്നതാണ് അതിൻ്റെ സെൻട്രൽ ആറ്റം. ഈ കാർബൺ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയേഴ്സ് തമ്മിലുള്ള റിപ്പൾഷനാണ് അതിൻ്റെ ഷേപ്പ് തീരുമാനിക്കുന്നത് എന്നാണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ VSCPR തിയറി അനുസരിച്ച് ഇപ്പോൾ CH4 എക്സാമ്പിൾ എടുത്തോ. CH4 എന്ന് പറയുന്ന കാർബണിൻ്റെ വാലൻസ് ഷെല്ലിൽ നമുക്കറിയാം, വാലൻസ് ഷെല്ലിൽ CH4 എന്ന് പറയുന്ന കാർബണാണ് അതിൻ്റെ വാലൻസ് ഷെല്ലിൽ വരുന്നത് അല്ലേ? അപ്പോൾ വാലൻസ് ഷെല്ലിൽ നമുക്കറിയാം 4 ഇലക്ട്രോൺസ് ആണ് കാർബണിന് വാലൻസ് ഷെല്ലിലുള്ളത്. കാർബൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 അല്ലടാ, 6 എന്ന് പറഞ്ഞാൽ 2 4 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ ഈ 4 ഇലക്ട്രോൺസുമായിട്ടാണ് നമ്മുടെ 4 ഹൈഡ്രജൻ എന്ത് ചെയ്തിട്ടുള്ളത്? ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹൈഡ്രജൻ്റെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോണും ഇയാളും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു ഹൈഡ്രജൻ വന്നിട്ട് അയാളുടെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണും ഇയാളും തമ്മിൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു ഹൈഡ്രജന് അയാളുടെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണും കാർബണിൻ്റെ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോണും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് CH4 എന്ന് പറയുന്ന മോളിക്യൂൾ ഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ വാലൻസ് ഷെല്ല് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ഇലക്ട്രോൺ പെയർ ഉണ്ട് അല്ലേ? ഇതൊരു ഇലക്ട്രോൺ പെയർ ആണ്, ഇതൊരു ബോണ്ട് പെയർ ആണ്, ഇതൊരു ബോണ്ട് പെയർ ആണ്, ഇതൊരു ബോണ്ട് പെയർ ആണ്, ഇതൊരു ബോണ്ട് പെയർ ആണ്. എല്ലാ ഇലക്ട്രോൺ പെയേഴ്സിനും നെഗറ്റീവ് ചാർജ് അല്ലേ? ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ ഇത് നെഗറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ഈ നെഗറ്റീവ് റിപ്പേർഷൻ ഉണ്ടാവും. ഈ നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ എന്തുണ്ടായിരിക്കും? റിപ്പേർഷൻ ഉണ്ടാവും. ഈ റിപ്പേർഷൻ മാക്സിമം എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഈ റിപ്പേർഷൻ അവർ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആ റിപ്പേർഷൻ മാക്സിമം ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു CH4 എന്ന് പറയുന്ന മോളിക്യൂളിലെ ബോണ്ട് പെയറുകളിലുള്ള ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള റിപ്പേർഷൻ കുറച്ചിട്ട് അത് മാക്സിമം ഡിസ്റ്റൻസിൽ പോയിട്ട് നിൽക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ CH4 എന്ന് പറയുന്നത് CH4ലെ 4 ബോണ്ട്, 4 കൊവാലൻ ബോൺസും ഈ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്യുക. ഒരു ടെട്രാഹെഡ്രൽ ഷേപ്പിൽ പോയിട്ട് അത് നിൽക്കും. അപ്പോൾ ഈ ടെട്രാഹെഡ്രൽ ഷേപ്പിൻ്റെ ഒരു ബോണ്ട് ആംഗിൾ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 109 ഡിഗ്രി 28 മിനിറ്റ് ആണ് ഈ ടെട്രാഹെഡ്രൽ ഷേപ്പിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ബോണ്ട് ആംഗിൾ നിന്നാലാണ് ഈ ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പേർഷൻ ഏറ്റവും കുറവ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അത് സ്റ്റേ അറ്റ് മാക്സിമം ഡിസ്റ്റൻസ്. ഇങ്ങനെയാണ് ഓരോ മോളിക്യൂൾസിനും ഷേപ്പ് കിട്ടുന്നത്. അപ്പോൾ CH4ന് ഷേപ്പ് കിട്ടി. ഏത് ഷേപ്പാ? ടെട്രാഹെഡ്രൽ ഷേപ്പാണ്. ടെട്രാഹെഡ്രൽ ഷേപ്പാണ് മോളിക്യൂളിന് കിട്ടുന്നത്. അതുപോലെ CH4 പോലെ തന്നെ വേറെയും ഒരുപാട് പേരുണ്ട്. BeCl2 ബെർലിയാണ്. ബെർലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ എന്തുമായിട്ട് ഷെയർ ചെയ്തു? ക്ലോറിനായിട്ട് ഷെയർ ചെയ്ത് ക്ലോറിനുമായിട്ട് വന്നിട്ട് ബോണ്ട് ഉണ്ടാക്കി. BeCl2ൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ബോണ്ട് പെയേഴ്സാണ്. ഈ 2 ബോണ്ട് പെയേഴ്സ് മാക്സിമം ഡിസ്റ്റൻസിൽ പോയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് ഷേപ്പിൽ പോയിട്ട് നിൽക്കും? BeCl2 എന്ന് പറയുന്നത് മാക്സിമം ഡിസ്റ്റൻസിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കും. അതുകൊണ്ട് BeCl2ൻ്റെ ഷേപ്പ് എന്ത് ഷേപ്പാടാ? ലീനിയർ ഷേപ്പായിരിക്കും. ലീനിയർ ഷേപ്പ് ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ആംഗിൾ എത്ര വരും? 180 ഡിഗ്രി വരും. 180 ഡിഗ്രി വരും.
അതുപോലെ അടുത്തൊരു മോളിക്യൂളാണ് BF3 എന്ന് പറയുന്നത്. BF3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം BF3 എന്ന് പറഞ്ഞാൽ ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. ബോറോൺ സെൻട്രൽ ആറ്റം ആയതുകൊണ്ട് ബോറോണിന്റെ ചുറ്റുപുറം നമുക്കറിയാം വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോണാണ്. ഈ 3 ഇലക്ട്രോണുമായിട്ട് 3 ഫ്ലൂറിൻ വന്ന് ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ 3 ബോണ്ട് പെയേഴ്സ് ഉണ്ടാവും. ഈ 3 ബോണ്ട് പെയേഴ്സും മാക്സിമം ഡിസ്റ്റൻസിൽ പോയിട്ട് എങ്ങനെ നിൽക്കും? മാക്സിമം ഡിസ്റ്റൻസിൽ ഈ രീതിയിൽ വന്നിട്ടാണ് നിൽക്കുക. ഈ ഒരു ഷേപ്പിനെ നമ്മളൊരു പേര് വിളിക്കും. ഇതിന് നമുക്ക് നോക്കിയാൽ അറിയാം ഇതൊരു പ്ലെയിനിലൊരു ട്രയാങ്കിൾ പോലെയാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ പറയും ട്രൈഗണൽ പ്ലെനാർ എന്ന് പറയും. ട്രൈഗണൽ പ്ലെനാർ ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ആംഗിൾ നമുക്കറിയാലോ 120 ഡിഗ്രി ആണ്. ബോണ്ട് ആംഗിൾ എത്ര വരുവാടാ? 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ CH4 നമ്മൾ പറഞ്ഞു. CH4 എങ്ങനെയായിരുന്നു? ടെട്രാഹെഡ്രൽ ഷേപ്പിലാണ് നിന്നത്. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണെങ്കിൽ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. നമ്മൾ എന്താ വിളിക്കുക? ടെട്രാഹെഡ്രൽ എന്നാണ് വിളിക്കുക. അതുപോലെ PCl5 ഫോസ്ഫറസിന്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ക്ലോറിൻ 5 എണ്ണമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടു. അപ്പോൾ അതിന് എന്ത് ഷേപ്പിലാണ് നിൽക്കുന്നത്? PCl5 5 ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട PCl5ന്റെ ചുറ്റോറം 5 കൊവാലൻ ബോണ്ടുകൾ ഉണ്ടാവും. ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണടാ? ഒരു ട്രയാങ്കിൾ. കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതുപോലെ അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു മുകളിലേക്കൊരു പിരമിഡും താഴോട്ടൊരു പിരമിഡും. നമ്മൾ അതിന് എന്ത് വിളിക്കും? ട്രൈഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ എന്നാ പറയുക. ട്രൈഗണൽ ബൈ പിരമിഡൽ സ്ട്രക്ചർ എന്ന് വിളിക്കും. അതിൽ 2 ബോണ്ട് ആംഗിൾ ഉണ്ട്, ശ്രദ്ധിക്കണം. ഒന്ന് ട്രയാങ്കിളിൻ്റെ 120 ഡിഗ്രിയും അതുപോലെ തന്നെ ഇവിടെ ഒരു 90 ഡിഗ്രി ബോണ്ട് ആംഗിളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം SF6 എന്ന് പറയുമ്പോൾ സൾഫറിൻ്റെ ചുറ്റുവറം നോക്കടാം. സൾഫർ SF6 എന്ന് പറയുമ്പോൾ സൾഫറിൻ്റെ ചുറ്റുപാടും നമുക്കറിയാം. സൾഫർ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റമാണ്. സൾഫറിൻ്റെ ചുറ്റുഭാഗവും നമുക്കറിയാം. സൾഫറിൻ്റെ ചുറ്റുഭാഗം എത്ര ഉണ്ട്? സൾഫറിൻ്റെ ചുറ്റുഭാഗം ഉള്ളത് 6 ഇലക്ട്രോൺ ആണ്. 6 ഇലക്ട്രോൺ F6 6 ഫ്ലൂറിൻ വന്നിട്ട് ബോണ്ട് ഉണ്ടാക്കുമ്പോൾ 6 സൈഡിലോട്ടും ഓരോ ബോണ്ട് ഉണ്ടാവും SF6ന്. അപ്പോൾ ആദ്യം ഒരു സ്ക്വയർ പ്ലെനാർ സ്ട്രക്ചർ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു സ്ക്വയർ പ്ലെനാർ ഉണ്ട്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു പിരമിഡ് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ ഇവിടുന്ന് താഴോട്ടൊരു പിരമിഡ് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്ക്വയർ ആണ്, 2 പിരമിഡാണ്. സ്ക്വയർ ബൈ പിരമിഡൽ സ്ട്രക്ചർ എന്ന് അതിനെ വിളിക്കാം. അതിന് ബോണ്ട് ആംഗിൾ എത്ര വരുവാടാ? 90 ഡിഗ്രി വരും. സ്ക്വയർ ബൈ പിരമിഡൽ സ്ട്രക്ചറിനെ തന്നെ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ എന്ന് വിളിക്കും. ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ആളുകളുടെ ഷേപ്പ് പഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ H2O എന്ന് പറയുന്ന ആൾ നമുക്കറിയാം സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണ്. ഓക്സിജൻ സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റോറം എത്ര ഇലക്ട്രോൺസ് ഉണ്ടടാ? 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 6 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ വന്നിട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ 2 ഹൈഡ്രജൻ മാത്രം ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ബോണ്ട് പെയറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? ലോൺ പെയറുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഇതിൻ്റെ ഓക്സിജൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ലോൺ പെയറിനെയും 2 ബോണ്ട് പെയറിനെയും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഇവിടെ നമുക്കറിയാം ലോൺ പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്, ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജൻ സെൻറ്ററിൽ 2 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിയ കൊവാലൻ ബോണ്ട് എങ്ങനെ ഉണ്ടായിരിക്കും? ഈ 2 ലോൺ പെയേഴ്സ് മാക്സിമം ഡിസ്റ്റൻസിൽ ഈ രീതിയിലാണ് വാട്ടർ മോളിക്യൂളിനെ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രിയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ NH3 എന്ന് പറയുമ്പോൾ NH3 എന്ന് പറഞ്ഞാൽ എന്താണ്? അമോണിയാണ്. അമോണിയ എന്ന് പറഞ്ഞാൽ നൈട്രജൻ്റെ ചുറ്റുപുറം നോക്കടാ. 5 വാലൻസ് ഇലക്ട്രോൺസ് അല്ലേ ഉള്ളത്? 5 വാലൻസ് ഇലക്ട്രോൺസിൽ 3 ഹൈഡ്രജൻ വന്നിട്ടേ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. 3 ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവിടെ 3 ബോണ്ട് പെയേഴ്സേ ഉള്ളൂ. 3 ബോണ്ട് പെയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം ഇവിടെ ഒരു ലോൺ പെയർ ആയിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് NH3 എന്ന് പറയുന്നതിൻ്റെ ഷേപ്പ് ഒരു ലോൺ പെയർ ഉള്ളതുകൊണ്ട് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പേർഷൻ ഉള്ളതുകൊണ്ട് ബോണ്ട് പെയർ റിപ്പേർഷൻ ഉണ്ട്. കാരണം ഇതിനൊക്കെ നെഗറ്റീവ് ചാർജ് അല്ല, ഇലക്ട്രോൺസിനൊക്കെ നെഗറ്റീവ് ചാർജാണ്. ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പേർഷൻ ഉണ്ട്, ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പേർഷൻ ഉണ്ട്. അതുകൊണ്ട് NH3യുടെ ഷേപ്പ് നോക്ക്. 3 കൊവാലൻ ബോണ്ടിനെ നമുക്ക് ഇങ്ങനെ വരക്കാം. ആ ലോൺ പെയറിനെ നമ്മൾ ഇങ്ങനെയാണ് വരക്കുന്നത്. അതോടൊപ്പം മനസ്സിലാക്കണം, ഇതിനെ നമ്മൾ വിളിക്കുന്നത് പിരമിഡൽ സ്ട്രക്ചർ എന്നാണ്. അതിൻ്റെ ബോണ്ട് ആംഗിൾ 107 ആണ്.
ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. അതുപോലെ വേറൊരു മോളിക്യൂളാണ് SF4 എന്ന് പറയുന്നത്. SF4 എന്ന് പറയുമ്പോൾ സെൻട്രൽ ആറ്റം സൾഫറാണ്. 4 ഫ്ലൂറിൻ ആറ്റംസേ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് 4 ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട ബോണ്ട് പെയേഴ്സേ ഉള്ളൂ. അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ലോൺ പെയർ ഉണ്ടായിരിക്കും. ടോട്ടൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും? 5 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. 5 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ സൾഫറിൻ്റെ ചുറ്റോറം 5 ഇലക്ട്രോൺ പെയേഴ്സ് ആണ് ഉള്ളത്. 5 ഇലക്ട്രോൺ പെയേഴ്സിൽ നമുക്കറിയാം 4 പേരെ എന്തിലേർപ്പെട്ടിട്ടുള്ളൂ? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്ന് ഒരു ലോൺ പെയർ ആണ്. ആ ലോൺ പെയർ നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കുക. ലോൺ പെയറിനെ നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കുക. അപ്പോൾ നമ്മളിതിനെ നേരെ തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഷേപ്പ് ഇങ്ങനെ കിട്ടൂലേ? ഈ രീതിയിൽ കിട്ടൂലേ? ഈ ഷേപ്പ് ഇങ്ങനെ ഫോം ചെയ്തതായിട്ടല്ലേ കിട്ടുക. ഇതിന് നമുക്കൊരു സീസോ ഷേപ്പ് എന്ന് പറഞ്ഞൂടെ? സീസോ ഷേപ്പ് എന്നാണ് നമ്മളിതിന് വിളിക്കുക. SF4ൻ്റെ ഷേപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സീസോ ഷേപ്പാണ് SF4നുള്ളത്. അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു മോളിക്യൂളാണ് ClFt എന്ന് പറയുന്നത്. ClFt എന്ന് പറഞ്ഞാൽ ക്ലോറിനാണ്. ക്ലോറിൻ്റെ സെൻട്രൽ ആറ്റമാണ് ക്ലോറിൻ. അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ്. 7 ഇലക്ട്രോൺസിൽ എത്ര പേരെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ? 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് 3 ബോണ്ട് പെയേഴ്സ് ഉണ്ട്. അതോടൊപ്പം 2 ലോൺ പെയേഴ്സും നിങ്ങൾക്ക് വരച്ചാൽ കാണാൻ പറ്റും. എന്ന് വെച്ചാൽ ക്ലോറിൻ എന്ന് പറയുന്ന ആളുടെ ചുറ്റോറം 5 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. അതിൽ എത്രണ്ണേ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ? 3 ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. ബാക്കി വരുന്ന 2 ലോൺ പെയേഴ്സ് ഈ രീതിയിലാണ് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതൊരു T ഷേപ്പിൽ തോന്നുന്നില്ലേ? ഇതിങ്ങനെ ഈ രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ഒരു T ഷേപ്പ് അല്ലേ? ലോൺ പെയേഴ്സ് ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ClF3യുടെ ഷേപ്പ് എന്താണെന്ന് പറയാം? T ഷേപ്പാണെന്ന് പറയാം. ഓരോ മോളിക്യൂൾസിൻ്റെ ഷേപ്പും VSEPR വെച്ചിട്ട് നിങ്ങൾ പഠിക്കൽ നിർബന്ധമാണ്. H2ൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു, അതൊരു V ഷേപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു ബെൻഡ് ഷേപ്പായിരുന്നു. ബോണ്ട് ആംഗിൾ അറിയണം, 104.5 ഡിഗ്രി. NH3ൻ്റെ ഷേപ്പ് നമ്മൾ കണ്ടു, പിരമിഡൽ ഷേപ്പാണെന്ന് നമ്മൾ കണ്ടു. പിരമിഡൽ ഷേപ്പാണ്, അതിന് ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയാണ്. SF4ൻ്റെ ഷേപ്പ് നമ്മൾ കണ്ടു, ലോൺ പെയേഴ്സ് ഉള്ളവരുടെ ഷേപ്പാട്ടോ ഈ പറയുന്നത്. സീസോ ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ നിങ്ങൾ പഠിക്കണ്ട. NCERTയിൽ ഇവരുടെ ബോണ്ട് ആംഗിൾ എടുത്ത് പറയുന്നുണ്ട്, അത് നിർബന്ധമായിട്ടും പഠിച്ചോളാം. ClF3യുടെ ഷേപ്പ് എന്താണെടാ? T ഷേപ്പാണ്. അതുപോലെ BRF5 എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം ബ്രോമിനാണ്. ബ്രോമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ആറ്റം. ബ്രോമിൻ എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 7 ഇലക്ട്രോൺസ് ആണ്. 7 ഇലക്ട്രോൺസിൽ 5 ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടായിരിക്കും? ഒരാൾ ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ലോൺ പെയറും 5 ബോണ്ട് പെയറും. ടോട്ടൽ ബ്രോമിൻ്റെ ചുറ്റോറം അപ്പോൾ എത്ര ബോണ്ട്സ് ഉണ്ട്? 6 ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ട്. 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ബ്രോമിൻ്റെ ചുറ്റോറം 6 ഇലക്ട്രോൺ പെയേഴ്സ് ആണെങ്കിൽ നമ്മളൊന്നും നോക്കണ്ട. 6 ഇലക്ട്രോൺ പെയേഴ്സ് ആണെങ്കിൽ അത് ഈ രീതിയിലാണ് നിൽക്കുക. ആ രീതിയിൽ നിൽക്കുന്നു മാത്രമല്ല, ഈ 6 ബോണ്ട്സിൽ നമ്മൾ പറഞ്ഞു ഒന്ന് എങ്ങനെയാണ് നിൽക്കുന്നത്? ഒന്ന് ലോൺ പെയേഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? ഒന്ന് ലോൺ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നുണ്ട്, ബാക്കിയെല്ലാം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതൊരു സ്ക്വയറാണ്, ഒരു പിരമിഡാണ്. ബൈ പിരമിഡ് ഇല്ല. താഴോട്ട് നമ്മൾ ലോൺ പെയേഴ്സിന് നമ്മൾ ഷേപ്പ് പറയാൻ കൂട്ടില്ല. അപ്പോൾ നമുക്കിതിനെ പറയാം, ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ പിരമിഡൽ ഷേപ്പാന്ന് പറയാം. പിരമിഡൽ ഷേപ്പാണെന്ന് പറയാം. അപ്പോൾ ഇത്രയും ആളുകളുടെ ഷേപ്പും ഇത്രയും ആളുകളുടെ ബോണ്ട് ആംഗിളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോകണം. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. ഇത്രയും നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഓക്കെ, താങ്ക് യു.